ഇന്ന് ഞങ്ങളുടെ ഒരു മൺസൂൺ ട്രിപ്പാണ് കേട്ടോ, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു യാത്ര. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷനുകൾ ഒന്നായിട്ടുള്ള നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ ഈ യാത്ര. അപ്പോൾ നല്ല അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്ക് മഴയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മൺസൂൺ ട്രിപ്പ് നമുക്ക് ഒന്നിച്ച് എൻജോയ് ചെയ്യാം. നെന്മാറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യണ മനോഹരമായിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ നെല്ലിയാമ്പതി. പാവപ്പെട്ടവരുടെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നെല്ലിയാമ്പതിനെ. പിന്നെ നമ്മൾ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ തന്നെ കണ്ട ഈ കുതിരാനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. മനോഹരമായിട്ടുള്ള കൃഷി സ്ഥലങ്ങളും അതുപോലെ അകലെ ആ പശ്ചിമഘട്ടവും അതൊക്കെ നമുക്ക് കാണാം. അത് നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. വടക്കഞ്ചേരി എത്തുമ്പോൾ വടക്കഞ്ചേരി എന്ന് വേണം തിരിഞ്ഞു പോകാനായിട്ട്. നെന്മാറയ്ക്കുള്ള റൂട്ട് അങ്ങനെയാണ്, അല്ലാണ്ട് പാലക്കാട് ടൗണിലൊന്നും ടച്ച് ചെയ്യേണ്ട. തൃശ്ശൂർ കൂടിയാണല്ലോ പോണത്. അപ്പോൾ നമ്മൾ വടക്കഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നെന്മാറയ്ക്ക് ഉള്ള വഴി കൂടിയാണ് പോണത്. ഇപ്പോൾ ഞങ്ങൾ പോത്തുണ്ടി ഡാം അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ വന്നു. ഇവിടെ പക്ഷേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടില്ല, ഇവിടെ ഇറങ്ങി കാണാൻ നിന്നിട്ടില്ല. നേരെ നെല്ലിയാമ്പതിക്കാണ് പോണത്. കുറച്ച് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കണു. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ നിർത്തിയ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഡാം കാണാം, അതുപോലെ ഡാമിനോട് ചേർന്നിട്ട് ചെറിയ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല രസമായിരിക്കും. ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു, എൻട്രി ഫീസ് അടച്ചു, ടിക്കറ്റ് എടുത്തു. ഇനി വേണം നമുക്ക് മല കയറാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു കുറച്ചധികം ഹെയർ പിന്നുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് മല കയറി തുടങ്ങാം. അപ്പോൾ അതാ പോത്തുണ്ടി ഡാമാണ് കാണുന്നത്. കണ്ടോ? നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ വണ്ടി നിർത്തിയിട്ടില്ല. പോകുമ്പോഴുള്ള കാഴ്ചകളാണ്.
മുകളിലോട്ട് ഇങ്ങനെ കയറും തോറും നല്ല തണുപ്പും അതുപോലെ ഈ കോടയും. പിന്നെ മഴ പെയ്യുമ്പോൾ ഈ കോട പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ റോഡിലുണ്ട് ഭയങ്കര ബ്ലോക്ക് ഇട്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയപ്പോൾ ഒരു ആനയും കുഞ്ഞും റോഡിൽ നിൽക്കണു. പിന്നെ അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ക്രോസ് ചെയ്യാൻ അപ്പുറത്തേട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വണ്ടികളും സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിരിക്കണേ. അപ്പോൾ അങ്ങനെ ആനേനെയും കുഞ്ഞിനെയും കണ്ടു. പക്ഷേ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല, ഞാൻ ലെഫ്റ്റ് സൈഡിലായിരുന്നു. അപ്പോൾ അത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ എനിക്ക് ശരിക്കും സാധിച്ചില്ല, ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ മൺസൂൺ ട്രിപ്പ് നമ്മൾ പോകുമ്പോൾ ഇതുപോലെ ഈ കാട്ടുമൃഗങ്ങൾ ആനയും അതൊക്കെ നമുക്ക് പോകണത് കാണാൻ പറ്റും. അതിനുള്ള നല്ല അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ വണ്ടികൾ, കുറേ ബൈക്കുകാരുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. ഒരുപാട് പേര് ബൈക്കുകാരുണ്ട്, അതുപോലെ കാറ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ വണ്ടികളൊക്കെ നിർത്തിയിരുമ്പോൾ ഞങ്ങൾ എല്ലാരും വേണം ഫോട്ടോ എടുത്തോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. വണ്ടിയൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഇറങ്ങി. എല്ലാ വണ്ടിക്കാരും ഇതുപോലെ അവിടെ നിർത്തുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല ഒരു രസം പിടിച്ച അനുഭവം തന്നെയായിരുന്നു അവിടെ. കാരണം നമുക്ക് ഫോഗൊക്കെ നമ്മുടെ മേത്തിൽ കൂടെ വരുമ്പോൾ നല്ല മഞ്ഞ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു അനുഭവം, വേറെ ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറി പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ടോപ്പിലെത്തിയിട്ട് അതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെ വണ്ടി ഇട്ടിട്ട് ഉച്ചയായിട്ട് ഞങ്ങളവിടെ എത്തുമ്പോൾ, അപ്പോൾ നട്ടുച്ചയുണ്ട്. പക്ഷേ അപ്പോഴും ഇവിടെ നല്ല തണുത്ത കാറ്റും മഞ്ഞും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച്, നമുക്ക് പിന്നെ വണ്ടിയിൽ തന്നെയാണ് ഫുഡ് വെച്ചിട്ടുണ്ട്, വണ്ടിക്കാർ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കണേ. അപ്പോൾ അവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഓറഞ്ച് ഫാം ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഓറഞ്ച് ഫാമിൽ ഇപ്പോൾ അധികം ഓറഞ്ചൊന്നും കാണാനില്ല, പക്ഷെ കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നിറയെ പൂക്കളും ആമ്പൽക്കുളവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചു. ഇപ്പോൾ നല്ല ഉച്ച സമയമാണ് കേട്ടോ, പക്ഷേ നമുക്കിവിടെ നല്ല തണുപ്പാണ്. ഇതൊരു നഴ്സറി കൂടിയാണ്, നമുക്ക് ചെടികളൊക്കെ വാങ്ങാം കേട്ടോ, ഇഷ്ടമുള്ള ചെടികൾ വാങ്ങാം. എന്തായാലും നല്ല ഹൈഡ്രാഞ്ചിയ, അതുപോലെ ജമന്തി, നല്ല നല്ല റോസുകൾ ഒക്കെ ഉണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ പൂക്കൾ. പക്ഷെ നമ്മളിത് വീട്ടിൽ കൊണ്ടു വെച്ച് എത്രമാത്രം വലിപ്പമുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ ക്ലൈമറ്റും ആണെന്ന് തോന്നുന്നു ഈ പൂക്കളൊക്കെ നല്ല വലിപ്പവും നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ട്രക്കിങ്ങിനാട്ടോ പോണത്.
ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ മീനമ്പാറ എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത്, വ്യൂ പോയിന്റിലേക്ക്. അവിടെ നമുക്ക് ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജീപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മൾ ഈ പുലിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് ജീപ്പ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ മീനമ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് പോണത്. പിന്നെ നമ്മുടെ സാധാരണ വണ്ടികൾക്കൊന്നും അവിടെ പ്രവേശനമില്ല കേട്ടോ. ഈ ഇങ്ങനത്തെ ജീപ്പാണ് പോണത്. അങ്ങനെ നമ്മുടെ ഈ ട്രക്കിംഗ് തുടങ്ങി. ജീപ്പ് സഫാരി കല്ലും കുഴികളും ഒക്കെ നിറഞ്ഞ റോഡാണ് കേട്ടോ, ഓഫ് റോഡാണ്. അപ്പോൾ അതിൽ കൂടിയാണ് പോകണം. ഒരു സ്ഥലത്ത് ഇപ്പോൾ വണ്ടി നിർത്തി, അതായത് വനം വകുപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇനി എൻട്രി ഫീസ് കൊടുക്കണം, ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ അവിടെ പോയി. അപ്പോൾ ജീപ്പിന് 100 രൂപയും അതുപോലെ നമുക്ക് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ഫീസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി കയറി ഇനി പോവാണ്, കാട്ടിക്കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. കൈൻ്റെ കാലിൻ്റെ താഴേക്ക് വെള്ളമായിരിക്കും, നെറ്റിലൊരു വെള്ളമുണ്ടാവും. അതെല്ലാത്തിനും ഒരുപോലെ. നമ്മളിപ്പോൾ പോകുന്ന വഴിക്കാനത് കാട്ടുപോത്തിനെ കണ്ടു കേട്ടാ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി കുറച്ച് നേരം ഒന്ന് ഇറങ്ങിയൊന്നുമില്ല, ഇവിടെ നിന്നിട്ട് തന്നെ ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ചു. അല്ലല്ലോ ഓൾറെഡി സ്വന്തം വണ്ടി അതോ? അല്ലല്ലോ, ഞാൻ ഞങ്ങളിതാ മീനമ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിട്ടാ. അപ്പോൾ ഇത് എന്താ പറയുക, സമുദ്രനിരപ്പിന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ സമുദ്രനിരപ്പിന് 700 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഗൂഗിളിൽ കാണിക്കുന്നത് മീനമ്പാറ വ്യൂ പോയിന്റ്. എന്തായാലും പ്രകൃതി സ്നേഹികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അടിപൊളി യാത്രയാണ്, നല്ല സാഹസിക യാത്രയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കല്ലും മുള്ളും കുറച്ച് ഭാഗമൊക്കെ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല, ഫോണൊക്കെ ഇങ്ങനെ തെറിച്ച് പോകാൻ മാതിരി നല്ല ചെളി കൂടിയും മഴയൊക്കെ പെയ്തിട്ടേ അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളിതിന് മുകളിലെത്തിയപ്പോഴുണ്ടല്ലോ ഇങ്ങനെ കോട വരുന്നു, പെട്ടെന്ന് കോട വരുന്നു. പിന്നെ കാറ്റുള്ളത് കൊണ്ട് അത് പോകണമുണ്ട്. കോട വരുമ്പോൾ നമുക്ക് കാഴ്ചകളധികം കാണാൻ പറ്റില്ലേ. എന്നാലും ഇതിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ള ആ വ്യൂ സൂപ്പറാട്ടോ. നമുക്ക് ഉള്ള തണുപ്പും അതുപോലെ താഴോട്ട് നോക്കുമ്പോഴുണ്ടല്ലോ, മലമുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഈ നെന്മാറ ടൗണും അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള ആ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ ഇത് എന്താ പറയുക, ഉച്ച സമയത്താണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. എന്നിട്ടും കണ്ടോ നല്ല കോടയുണ്ട്, നല്ല തണുപ്പുമുണ്ട്. പിന്നെ ഇവിടേക്ക് നമ്മൾ വന്നിട്ട് ഇതുപോലെ ഇനി അടുത്ത വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരേ റൂട്ട് തന്നെ നമ്മൾ മീനമ്പാറ കഴിഞ്ഞിട്ട് പിന്നെ പോണത് മാട്ടുമല വ്യൂ പോയിൻ്റാണ്. അങ്ങനെയാണ് ആ ഡ്രൈവർ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇവിടേക്ക് പ്രവേശന സമയം, അവിടെ ടിക്കറ്റ് വാങ്ങാൻ പോയപ്പോൾ അവിടെ സമയം നമ്മൾ കണ്ടു. പ്രവേശന സമയം പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. അതും വൈകിട്ട് 6 മണിക്ക് മുൻപായിട്ട് നമ്മൾ ഈ സഞ്ചാരികൾക്ക് ഈ വനമേഖലയിൽ നിന്ന് പുറത്തിറങ്ങണം, അവർ അടയ്ക്കുത്രേ. പിന്നെ നമുക്ക് ഇങ്ങനെ പ്രവേശനവുമില്ല, നമ്മളെന്തായാലും 6 മണിക്ക് മുന്നേ പുറത്തേക്ക് പോകണം. പോലീസിൽ വയർലെസ് സ്റ്റേഷനാണ്. അപ്പോൾ അതാ ഞങ്ങൾ മീനമ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് പോയി. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മാട്ടുമല വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ മീനമ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 3 കിലോമീറ്ററൊക്കെ പോകണം. പിന്നെയും അങ്ങോട്ട് പോയിട്ടാണ് മാട്ടുമല വ്യൂ പോയിന്റിലെത്തിയത്.
അവിടെ എത്തിയപ്പോഴും ഇതുപോലെ നല്ല മനോഹരമായ കാഴ്ച കോട കയറുന്നു. അങ്ങനെ ഈ ജീപ്പ് കണ്ടത് ഞങ്ങൾ വന്ന ജീപ്പല്ല, വേറൊരു ജീപ്പാണ് നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് ആ ഡ്രൈവർ ഇങ്ങനെ പാറയുടെ മുകളിൽ കയറ്റി നിർത്തി. ഈ മാട്ടുമല വ്യൂ പോയിന്റിൽ നിന്ന് ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കുന്ന ഈ റോഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഈ ഭ്രമരം സിനിമയിൽ ഷൂട്ട് ചെയ്തത്. ഈ റോഡിൽ കൂടെ അവിടെ അത്ര അത് ഞങ്ങൾക്ക് ഡ്രൈവർ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് സൂം ചെയ്തതാണതേ. അവിടെ വെയിലുണ്ട് കണ്ട. ഹായ് മഞ്ഞ് വരണ മേഘാണല്ലോ അത്. ഇവിടെ നിന്നിട്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്താണ് അതേ കണ്ണിൽ പെടുന്നത് ഒരു ആന നിന്നിട്ട് അവിടെ മേയണ കണ്ടോ. അപ്പോൾ പുല്ല് തിന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ആനേനെയും അതുപോലെ കാട്ടുപോത്തിനെയും ഒക്കെ കാണാൻ പറ്റി. അങ്ങനെ ഇന്നത്തെ യാത്ര എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷമുള്ള യാത്രയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ എപ്പോഴും നല്ല തണുത്ത കാറ്റും അതുപോലെ കോടമഞ്ഞുമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പ്രകൃതി സ്നേഹികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി. അതും മൺസൂണിൽ വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. പിന്നെ ഈ ട്രക്കിങ് നല്ല സൂപ്പർ ട്രക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ യാത്ര എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ മടങ്ങാണ്. അപ്പോൾ അടുത്ത യാത്രയായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.